പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDF മലയോര സമര പ്രചാരണ യാത്രയ്ക്ക് തുടക്കം. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ബദൽ നിർദ്ദേശിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യമെന്ന് വി ഡി സതീശൻ മീഡിയ വണ്ണിനോട്. കണ്ണൂർ കരുവഞ്ചാലിൽ KC വേണുഗോപാലാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുക. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, അഞ്ചരയോടുകൂടി ഉദ്ഘാടനം എന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. നേതാക്കളെല്ലാം എത്തിച്ചേർന്നുവെന്ന് മനസ്സിലാക്കുന്നു. തുടങ്ങിയോ യാത്ര? സമരപ്രചരണ ജാഥയ്ക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനമാകും. അതിന് തൊട്ട് മുന്നോടിയായി നേതാക്കൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലെ കരിവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജാഥയുടെ ഉദ്ഘാടനം നടക്കുന്നത്. കരിവഞ്ചാൽ പാലത്തിന് സമീപത്ത് നിന്ന് UDFന്റെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളെയും വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ തൊട്ടു മുന്നിൽ കാണുന്നത്. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് നേതാക്കളെ വാഹനത്തിൽ ആനയിച്ച് വേദിയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, നമുക്ക് വാഹനത്തിൽ കാണാം കോൺഗ്രസിന്റെ UDFന്റെ മുഴുവൻ മുൻനിര നേതാക്കൾ മുഴുവൻ ഈ വാഹനത്തിലുണ്ട്. UDFന്റെ കൺവീനർ MM ഹസൻ ഉണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K സുധാകരൻ, കുഞ്ഞാലിക്കുട്ടി, അനൂപ് ജേക്കബ് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നമുക്ക് ഇതിന്റെ മുൻനിരയിലായി കാണാൻ കഴിയും. അതിന്റെ പിൻനിരയിലായി പ്രധാനപ്പെട്ട മറ്റ് എല്ലാ ഘടകകക്ഷി നേതാക്കളും ഈ വാഹനത്തിലുണ്ട്. എന്തായാലും അവരെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ആനയിച്ച് വേദിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കരിവഞ്ചാലിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ മലയോര സമരയാത്രയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. ഉദ്ഘാടനം നിർവഹിക്കുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വേദിയിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മലയോര മേഖലയിലെ നിരവധിയായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ ജാഥ ഇപ്പോൾ കരിവഞ്ചാലിൽ നിന്ന് പ്രയാണം ആരംഭിക്കാൻ പോകുന്നത്. അതായത് പ്രധാനമായും ഈ വന്യമൃഗശല്യം KC വേണുഗോപാൽ കൂടി ഈ വാഹനത്തിനൊപ്പം ചേർന്നിരിക്കുന്നു. ആ വാഹനത്തിൽ KC വേണുഗോപാലും കുഞ്ഞാലിക്കുട്ടിയും കൈകൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. KC വേണുഗോപാൽ കൂടി ഈ വാഹനത്തിനൊപ്പം ഇപ്പോൾ കയറിയിരിക്കുന്നു. അതായത് കേരളത്തിലെ UDFന്റെ നിര മുഴുവൻ ഈ വാഹനത്തിലുണ്ട്. മുഴുവൻ മുൻനിര നേതാക്കളും ഈ വാഹനത്തിലുണ്ട്. പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ 3 കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ ജാഥ ഇപ്പോൾ കരിവഞ്ചാലിൽ നിന്ന് ആരംഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവുക, ഒപ്പം വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക, ഒപ്പം ഈ വിളത്തകർച്ച അടക്കമുള്ള കാർഷിക വിഷയങ്ങളുണ്ട്, കാർഷിക പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ. നേരത്തെ വന നിയമ ഭേദഗതിയുടെ കരട് പിൻവലിക്കണം എന്നൊരാവശ്യം കൂടി ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ജാഥയുടെ ഒരു മുദ്രാവാക്യം എന്ന നിലയ്ക്ക് ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അത് പിൻവലിക്കുന്നതോടുകൂടി തന്നെ ജാഥ ഭാഗികമായി തന്നെ വിജയിച്ചു എന്നാണ് UDF നേതൃത്വം അവകാശപ്പെട്ടിരുന്നത്. നമുക്ക് ഈ കേവലം ഒരു യാത്ര എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി UDFന്റെ ഈ ജാഥയ്ക്കുണ്ട് എന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിനിടയിൽ UDFനെ ശക്തിപ്പെടുത്തുക, UDFനെ അതിന്റെ ഏറ്റവും അടിത്തട്ടിൽ UDFനെ ഏറ്റവും ശക്തമാക്കി കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം കൂടി ഈ യാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് UDF നേതൃത്വം. ഒപ്പം ഈ ജാഥ കടന്നു പോകുന്ന വഴികൾ ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകും. കേരളത്തിലെ പ്രത്യേകിച്ച് മലയോരത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDFുമായി അകലുന്നു എന്ന പൊതുവായ ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്, UDF നേതൃത്വത്തിലുണ്ട്. അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി വിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യം കൂടി ഈ ജാഥ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് ഇതിനൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കാം. ഒപ്പം പല കാര്യങ്ങളുണ്ട്. അതായത് കേരള കോൺഗ്രസ് എം പല ഘട്ടത്തിലും ഒന്ന് ചാഞ്ചാടി നിന്നു എന്ന് പോലുമുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം ഒരു ഘട്ടത്തിൽ LDF വിട്ട് UDFിലേക്ക് തന്നെ വരാനുള്ള ചർച്ചകൾ പോലും ഉണ്ടാകുമെന്ന് ചില ചർച്ചകളൊക്കെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടിരുന്നു നമ്മൾ. പക്ഷേ അത്തരം ചർച്ചകൾക്കൊക്കെ ഇടയിലൂടെയാണ് കേരള കോൺഗ്രസിന് കൂടി സ്വാധീനമുള്ള മലയോര മേഖലയുടെ മണ്ണിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത്തരമൊരു ജാഥയുമായി മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജാഥ നിലമ്പൂരിലെത്തുമ്പോ അവിടെ ജാഥയ്ക്കൊപ്പം അണിചേരാനായി കാത്തു നിൽക്കുന്ന ഒരാളുണ്ട്. അത് PB അൻവറാണ്. PB അൻവർ UDFിലേക്ക് കത്ത് നൽകി. UDF
UDF-നൊപ്പം ചേരാനായി കത്ത് നൽകി കാത്തു നിൽക്കുന്ന ആളാണ് അൻവർ. ആ അൻവറിനെ PV അൻവർ ഈ ജാഥയ്ക്കൊപ്പം ഉണ്ടാകുമോ എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സണ്ണി ജോസഫ്, പേരാവൂർ MLA, എന്താണ് ജാഥയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണല്ലോ? ആവേശോജ്വലമായ തുടക്കം. പ്രശ്നം അത്ര ഗുരുതരമാണ്, കാര്യം നിസ്സാരമല്ല. അതുകൊണ്ട് ജനവികാരം ഇവിടെ പ്രതിഫലിക്കുകയാണ്. കേരളത്തിലെ UDF പ്രതിപക്ഷം ഒന്നടക്കം ജനവികാരത്തോടൊപ്പം നിൽക്കുകയാണ്. ഈ ജാഥയ്ക്ക് കർഷകരുടെ മനസാക്ഷിയുടെ പിന്തുണയുണ്ട്. സർക്കാർ കണ്ണു തുറക്കണം, നടപടികൾ സ്വീകരിക്കണം. പേരാവൂർ മണ്ഡലത്തിലേക്കാണ് ഇനി ജാഥ. പേരാവൂരിലേക്ക് കടക്കട്ടെ. പേരാവൂര് വന്യമൃഗ ശല്യത്തിന്റെ ഹോട്ട്സ്പോട്ടായിട്ട് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനം എന്താണ് മനസ്സിലാക്കുന്നത്? അവിടുത്തെ വിഷയം അതീവ ഗുരുതരമാണ്. ആറളത്ത് മാത്രം ഇപ്പൊ 40 കാട്ടാനകളുണ്ട് ജനവാസ മേഖലയിൽ. ശരി, VD സതീശൻ നയിക്കുന്ന മലയോര പ്രചാരണ യാത്രയ്ക്കാണ് കണ്ണൂരിലെ കരുവഞ്ചാലിൽ തുടക്കമായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സുനിൽ ഐസക്.